റിലേഷൻഷിപ്പ് പണ്ടത്തെ പോലെ അല്ല. ഇപ്പൊ അതുപോലെ ആക്കാൻ എന്തേലും പറഞ്ഞു തരുമോ? അത് അധിക റിലേഷനും അങ്ങനെ തന്നെ ഇരിക്കും. ഈ സ്റ്റാർട്ടിങ് ഉള്ള രസം എന്തായി കഴിഞ്ഞാലും എൻഡിങ് ഉണ്ടാവില്ല. അത് അത്രേ ഉള്ളൂ. കാരണം സ്റ്റാർട്ടിങ് ഭയങ്കര രസമായിരിക്കും. നമ്മൾ ഓരോ കാര്യങ്ങളും അവരുടെ അടുത്ത് ഷെയർ ചെയ്തിട്ട് ഡെയിലി മെസ്സേജ് ആയി സ്റ്റോറി ഈ കാര്യം എല്ലാ കാര്യം നമ്മളെ അടുത്ത് ഷെയർ ചെയ്ത് ലൈക്ക് അങ്ങനെ ഒരുപാട് ഇതുകൾ ഉണ്ടാവും. പിന്നെ അതെന്തെങ്കിലും കുറഞ്ഞു വരും. പ്രയോറിറ്റി എങ്ങനെ ആയി കഴിഞ്ഞാലും കുറഞ്ഞു വരും. ഒരു അങ്ങനത്തെ അധികം റിലേഷനിലും. എല്ലാവരും അങ്ങനെയൊന്നുമല്ല, ഓൺലി കുറച്ച് ആൾക്കാർ. ചില റിലേഷൻ അത് കമ്മ്യൂണിക്കേഷൻ അവിടെ കുറയുമ്പോഴാണ് ആ പ്രശ്നം വരെ. സോ അത് നമ്മളെ കഴിവാണ് ആ കമ്മ്യൂണിക്കേഷൻ അതേപോലെ മുന്നോട്ട് കൊണ്ടുപോകല്. വെയിലാകുമ്പോൾ സോ അത് നമ്മളെ കഴിവാണ്, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതെങ്ങനെ തന്നെയാണ്. എങ്ങനെ കഴിഞ്ഞാലും ആദ്യമുള്ള ആ ഒരു ബോണ്ട് പിന്നെ ഉണ്ടാവില്ല. അതിങ്ങനെ കുറഞ്ഞു വരും. അതെന്താണെന്ന് അറിയില്ല. ഓൾമോസ്റ്റ് എല്ലാ റിലേഷനിലും അത് അങ്ങനെ തന്നെയാണ്. സോ അത് നമ്മളെ കഴിവാണ്. നമ്മൾ മാക്സിമം എന്ത് ചെയ്യാന്ന് അറിയാം, കമ്മ്യൂണിക്കേഷൻ കൂട്ടിയെടുക്കാൻ ശ്രമിക്കുക. അത് മാക്സിമം കുറച്ച് കൊണ്ടല്ലാണ്ട് ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്. ഒരുപാട് ആൾക്കാർ അറിയുന്നുണ്ട് സംസാരിക്കാൻ ടോപ്പിക് ഇല്ല. ഇപ്പോൾ ഡെയിലി നടക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ തന്നെ അവിടെ ടോപ്പിക്കിന് ആവശ്യമുണ്ടോ? ഇല്ല. സോ ആദ്യമുള്ള ഒരു ബോണ്ട് ഉണ്ടാവില്ല. മെല്ലെ പ്രയോറിറ്റി ഒക്കെ കുറഞ്ഞു വരും. സോ അത് നമ്മളെ കഴിവാണ്. കുറയുന്നുണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യണം, ആളുടെ അടുത്ത് പറയണം. നമ്മളെ ഇടയിലൊരു ഡിസ്റ്റൻസ് ഒരു ഗ്യാപ്പ് വന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അപ്പം അങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിക്കല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ അനുസരിച്ച് നിൽക്കാം. ദാറ്റ്സ് ഓൾ. ബൈ.